കഥയെ ആരംഭിക്കുന്നത് 11 വയസ്സുകാരൻ പ്രസ്റ്റിൻ വാട്ടേഴ്സിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. തന്റെ പാരന്റ്സിനൊപ്പമായിരുന്നു പ്രസ്റ്റിൻ ജീവിച്ചുകൊണ്ടിരുന്നത്. അവന് 2 സഹോദരങ്ങളുണ്ട്. ഡാമിൻ എന്നും റാൽഫ് എന്നുമാണ് അവരുടെ പേരുകൾ. പ്രസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വീട്ടിലെ ജീവിതം അവന് കുറച്ച് കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ആവശ്യത്തിന് പണമൊന്നും ഒന്നിനും അവന് കിട്ടിയിരുന്നില്ല. അവന്റെ സഹോദരങ്ങളാണെങ്കിൽ അവന്റെ മുറിയിലെ ഇടങ്ങൾ വരെ കയ്യേറിയിരുന്നു. അച്ഛനും അവർക്ക് സപ്പോർട്ടാണ്. സഹോദരങ്ങൾ സ്വന്തമായി ചെറിയ ബിസിനസ് ഒക്കെ നടത്തുന്നുണ്ട്. അതിന്റെ കമ്പ്യൂട്ടർ അടക്കം പ്രസ്റ്റിന്റെ റൂമിലേക്ക് മാറ്റി. അച്ഛനോട് അവൻ പരാതി പറഞ്ഞപ്പോ അതിനെന്താ കുഴപ്പം, അവരൊരു ജോലി ചെയ്യുന്നതല്ലേ, അവരാ സൗകര്യം എടുത്തോട്ടെ എന്ന മട്ടിലായിരുന്നു അച്ഛൻ. പ്രസ്റ്റിനെ സംബന്ധിച്ചാണെങ്കിൽ അവനിതൊന്നും തീരെ അങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. സ്വന്തമായിട്ടൊരു വീട് വേണം, ഒരു മുറി വേണം എന്നൊക്കെ അവൻ ആഗ്രഹിച്ചു. പ്രസ്റ്റിന്റെ അച്ഛന്റെ പേര് ഫ്രെഡ് എന്നായിരുന്നു. ഫ്രെഡ് ഒരു വൈറ്റ് കോളർ ജോബ് ചെയ്യുന്ന വ്യക്തിയാണ്. ആളൊരു ഇൻവെസ്റ്റർ ഒക്കെയാണ്. അച്ഛനോട് പ്രസ്റ്റിൻ എന്തൊക്കെ പറഞ്ഞാലും അച്ഛനത് ചെവികൊള്ളുമായിരുന്നില്ല. ഒന്നും തന്നെ ജീവിതത്തിൽ അവനെ മാറ്റിമറിക്കാൻ പറ്റാത്ത അവസ്ഥ. വല്ലാത്തൊരു ശ്വാസമുട്ടൽ പ്രസ്റ്റിൻ അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെയിരിക്കെ പ്രസ്റ്റിന്റെ ഒരു കൂട്ടുകാരന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരു പാർക്കിൽ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പ്രസ്റ്റിൻ പോയി. പക്ഷേ അച്ഛൻ അവനാകെ $10 കൊടുത്തിരുന്നുള്ളൂ. അത് വെച്ചിട്ട് അവിടെയുള്ള റൈഡുകളിൽ ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെറിയ റൈഡുകളിലൊക്കെ കയറാൻ മാത്രമേ അവന് പറ്റിയിരുന്നുള്ളൂ. കൂട്ടുകാരൊക്കെ മികച്ച റൈഡുകളിൽ കയറുമ്പോൾ ദുഃഖത്തോടെ അവനത് നോക്കി നിന്നു. അച്ഛൻ അവന് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ടൊന്നുമല്ല, വളരെ പിശുക്കിയെ മക്കൾക്ക് അയാൾ പണം കൊടുത്തിരുന്നുള്ളൂ. പണത്തിന്റെ മൂല്യം മക്കൾ പഠിക്കട്ടെ എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. അടുത്ത ദിവസം പതിവ് പോലെ ഫാമിലിക്കൊപ്പം ഇരുന്ന് പ്രസ്റ്റിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അവന്റെ മൂത്ത സഹോദരങ്ങൾ ഒരു ബേസ്ബോൾ ഗെയിം കാണാൻ വേണ്ടി പോകുന്നുണ്ടായിരുന്നു. പ്രസ്റ്റിനും പോണോന്നുണ്ട്. പക്ഷെ ടിക്കറ്റ് വാങ്ങാൻ പണമില്ല. അച്ഛനോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോ പണം സേവ് ചെയ്യേണ്ടുന്നതിന്റെ കാര്യത്തെപ്പറ്റിയും മറ്റുമായിരുന്നു അച്ഛൻ അവന് ക്ലാസ് എടുത്തത്. പ്രസ്റ്റിൻ ആകെ നിരാശനായി. പോരാത്തതിന് പ്രസ്റ്റിനോട് അച്ഛൻ നിനക്ക് വേണ്ട പണം നീ സ്വയം സമ്പാദിക്കണം, സേവ് ചെയ്യണം എന്നൊക്കെ ഉപദേശിക്കുകയും ചെയ്തു. തനിക്കതിന് ജോലിയില്ലല്ലോ എന്നായിരുന്നു പ്രസ്റ്റിൻ മറുപടി പറഞ്ഞത്. അപ്പോഴാണ് പ്രസ്റ്റിന്റെ അമ്മ അവൻ അഡ്വാൻസ് ബർത്ത്ഡേ ഗിഫ്റ്റായി മുത്തശ്ശി കൊടുത്ത ബ്ലാങ്ക് ചെക്കിന്റെ കാര്യം പറയുന്നത്. ആ ചെക്ക് കണ്ട് അതിൽ തുകയൊന്നും എഴുതാത്തത് കൊണ്ട് ആ ചെക്ക് കൊണ്ട് വേറെ കാര്യമില്ല എന്നായിരുന്നു പ്രസ്റ്റിൻ കരുതിയത്. ആ ചെക്ക് വാങ്ങി അവന്റെ അച്ഛനൊന്ന് നോക്കി. പിന്നാലെ അതിൽ $11 എഴുതി പ്രസ്റ്റിന് കൊടുത്തു. അത് നന്നായി സൂക്ഷിക്കണമെന്നും സേവ് ചെയ്യണമെന്നും കുറെ കഴിയുമ്പോൾ അതൊരു $1 മില്യൺ ആകും എന്നും അവന്റെ അച്ഛൻ അവനെ ഉപദേശിച്ചു. പ്രസ്റ്റിനും കിട്ടിയതായി എന്ന മട്ടിലായി. എന്തായാലും മുറിയിൽ ചെന്ന് കമ്പ്യൂട്ടറിൽ ആ $11 സേവ് ചെയ്താൽ എത്ര കാലം കൊണ്ട് $1 മില്യൺ ആകും എന്നവൻ ചെക്ക് ചെയ്തു നോക്കി. ഏകദേശം 30,000 കൊല്ലമായിരുന്നു അതിൽ കണ്ടത്. അച്ഛൻ തന്നെ കബളിപ്പിക്കുകയായിരുന്നു എന്ന് ആ നിമിഷം പ്രസ്റ്റിന് മനസ്സിലായി. അവന് വല്ലാതെ ദുഃഖവും തോന്നി. താൻ ഒരിക്കലും ഇങ്ങനെയാണെങ്കിൽ ഒരു സമ്പന്നനാവാൻ പോകുന്നില്ല എന്നായിരുന്നു അവൻ ചിന്തിച്ചത്. എന്നിരുന്നാലും എന്നെങ്കിലും സമ്പന്നനായാൽ എന്തു ചെയ്യണം എന്നതിന്റെ ഒരു ലിസ്റ്റ് അവൻ എഴുതിയുണ്ടാക്കി. അതിൽ ആദ്യത്തേത് തന്നെ തന്റെ സഹോദരങ്ങളെ പുറത്താക്കി സ്വന്തമായൊരു വീട് വേണം എന്ന തരത്തിലായിരുന്നു. അന്നതേ രാത്രിയിലായിരുന്നു ഒരു തടവ് പൊള്ളിയായ കാൾ ജയിൽ ചാടുന്നത്. ഒഴിഞ്ഞൊരു ബിൽഡിംഗിലേക്ക് അയാൾ ചെന്നു. മുമ്പ് മോഷ്ടിച്ച് അയാൾ ഒളിപ്പിച്ച് $1 മില്യൺ വരുന്ന തുക അവിടെ ഉണ്ടായിരുന്നു. അയാൾ അതെടുത്തു. അടുത്ത ദിവസം അവിടെയുള്ള ഒരു ബാങ്കിലേക്ക് കാൾ ചെല്ലുകയാണ്. ആ ബാങ്കിന്റെ പ്രസിഡന്റായ ബീഡർമാൻ പണ്ട് കള്ളപ്പണം വെളുപ്പിക്കുവാൻ കാളിനെ സഹായിച്ചിരുന്നു. ഇത്തവണയും ബീഡർമാന്റെ സഹായം ആവശ്യപ്പെട്ടിട്ടാണ് കാൾ അങ്ങോട്ടേക്ക് എത്തിയത്. ബീഡർമാൻ ആദ്യം വിസമ്മതിക്കാൻ ശ്രമിച്ചു. പക്ഷേ ബീഡർമാന്റെ ഫാമിലിയെ വെച്ച് കാൾ ബീഡർമാനെ ഭീഷണിപ്പെടുത്തിയതോടെ ബീഡർമാൻ അതിന് തയ്യാറാവുകയാണ്. തന്റെ കയ്യിൽ വെളുപ്പിച്ച പണം തരണ്ടെന്നും അടുത്ത ദിവസം ജ്യൂസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയെ താൻ പറഞ്ഞുവിടാം, അയാളുടെ കയ്യിൽ കൊടുത്താൽ മതി എന്നുമായിരുന്നു കാൾ ബീഡർമാനെ അറിയിച്ചത്. അതേ ബാങ്കിലേക്കായിരുന്നു അടുത്ത ദിവസം പ്രസ്റ്റിൻ ചെക്ക് മാറാനായി ചെല്ലുന്നത്. പക്ഷേ കൗണ്ടറിലെ ടെല്ലറിന്റെ അടുക്കൽ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ചെക്ക് മാറണമെങ്കിൽ ബാങ്ക് അക്കൗണ്ട് വേണം, അതിൽ മിനിമം ബാലൻസ് $200 വേണം. തന്റെ ചെക്ക് മാറാൻ പറ്റില്ലെന്നറിഞ്ഞതും അവന് വല്ലാതെ ദുഃഖം തോന്നി. ഷേ എന്നായിരുന്നു ആ ടെല്ലറുടെ പേര്. വളരെ ദയോടെയായിരുന്നു അവൾ അവനോട് ഇടപഴകിയത്. എന്തായാലും അവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ തുടങ്ങി. പുറത്തേക്കിറങ്ങി അവന്റെ അടുത്ത് നിന്ന് ബച്ചെന്ന് പറഞ്ഞൊരു പയ്യൻ ആ ചെക്ക് തട്ടിപ്പറിച്ച് വേഗത്തിൽ സൈക്കിൾ ചവിട്ടി പോവുകയാണ്. അവനെ പ്രസ്റ്റിൻ ഫോളോ ചെയ്തു. ഒടുവിൽ ഒരിടത്ത് വെച്ച് സൈക്കിൾ മറിഞ്ഞവൻ താഴെ വീഴുകയാണ്. ഈ സമയം അവന്റെ നേരെതിരെ ഒരു കാർ റിവേഴ്സ് എടുത്തു വരുന്നുണ്ടായിരുന്നു. അവൻ അലറി വിളിച്ചു. ആ കാറിലുണ്ടായിരുന്നത് കാളായിരുന്നു. കാളിറങ്ങിച്ചെന്ന് പ്രസ്റ്റിൻ എന്തെങ്കിലും സംഭവിച്ചോ എന്നൊക്കെ തിരക്കാൻ തുടങ്ങി. ആ സമയം അങ്ങോട്ടേക്ക് ഒരു പോലീസ് കാർ വരുന്നുണ്ടായിരുന്നു. പോലീസ് തന്നെ ശ്രദ്ധിച്ചാൽ പണിയാണല്ലോ എന്ന് ചിന്തിച്ച കാൾ ഉടനടി തന്റെ ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്ത്
അതിൽ ഒപ്പിട്ട് വേഗം അവന് കൊടുത്ത് കാറെടുത്ത് അവിടെ നിന്ന് സ്ഥലം വിട്ടു. ബ്ലാങ്ക് ചെക്കും പോക്കറ്റിലിട്ട് കംപ്ലൈന്റ് ആയ തന്റെ സൈക്കിളും തള്ളി പ്രിസ്റ്റൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിലെത്തിയപ്പോ അപകടം പറ്റിയതിന് അവന്റെ അച്ഛൻ അവനോട് വല്ലാതെ ദേഷ്യപ്പെടുകയായിരുന്നു ചെയ്തത്. വല്ലതും പറ്റിയോ, എന്താണ് കാര്യം എന്നൊന്നും അന്വേഷിക്കുക പോലും ചെയ്തില്ല. വീണതിന് അച്ഛന്റെ അടുത്തുനിന്ന് ചീത്ത കേട്ടല്ലോ, അതുകൊണ്ട് തന്നെ ബ്ലാങ്ക് ചെക്ക് കിട്ടിയ കാര്യമൊന്നും പറയാൻ പ്രിസ്റ്റന് സമയം കിട്ടിയില്ല. അക്കാര്യം അച്ഛനോട് പറയണ്ട എന്നുകൂടി അവൻ വെച്ചു. പിന്നീട് അവൻ മുറിയിൽ തനിച്ചായിരുന്ന സമയത്ത് അവൻ അവന്റെ കമ്പ്യൂട്ടർ ഓണാക്കി എങ്ങനെയാണ് ചെക്കിൽ $1 മില്യൺ എഴുതുന്നത് എന്നവൻ പരിശോധിച്ചു. അതിനനുസരിച്ച് ആ ചെക്ക് $1 മില്യൺ എഴുതി. അങ്ങനെ അടുത്ത ദിവസം അവൻ ആ ചെക്കുമായി ബാങ്കിലെത്തി ടെല്ലറെ കണ്ട് സംസാരിച്ചു. പക്ഷെ ആ ചെക്കിൽ $1 മില്യൺ എഴുതിയിരിക്കുന്നത് കണ്ടതും ടെല്ലർ ഒന്ന് സംശയിച്ചു. അതോടെ ബാങ്ക് പ്രസിഡന്റായ ബീഡർമാന്റെ അടുത്തേക്ക് ആ ചെക്ക് കൊണ്ടുപോയി. ബീഡർമാൻ ചെക്ക് പരിശോധിച്ചു. അത് കാളിന്റെ ചെക്കാണെന്ന് കണ്ടതും ഇനിയെങ്ങാൻ കാള് കൊടുത്ത് ആ $1 മില്യൺ അത് വാങ്ങാൻ വന്ന ജ്യൂസായിരിക്കുമോ ഈ പയ്യൻ, ഇത് കാളിന്റെ പ്ലാൻ ആയിരിക്കുമോ എന്ന് ചിന്തിച്ച ബീഡർമാൻ പണമെടുത്ത് മുഴുവൻ തുകയും ആ പയ്യന്റെ പക്കലേക്ക് കൊടുക്കുകയാണ്. പ്രിസ്റ്റൻ സന്തോഷത്തോടെ പണം ബാഗിൽ വേഗം ബാങ്ക് വിട്ടിറങ്ങാൻ തുടങ്ങി. പോകുന്ന വഴിക്ക് കാൾ പറഞ്ഞയച്ച പണം വാങ്ങാൻ വന്ന ജ്യൂസുമായി പ്രിസ്റ്റൻ ഒന്ന് കൂട്ടിമുട്ടുന്ന പോലുമുണ്ട്. ജ്യൂസ് പിന്നാലെ ബീഡർമാന്റെ മുമ്പിലെത്തി പണം ആവശ്യപ്പെട്ടു. ആദ്യം ബീഡർമാൻ ഒന്ന് സംശയിച്ചെങ്കിലും അധികം വൈകാതെ ബീഡർമാന് കാര്യങ്ങൾ വ്യക്തമായി. ബീഡർമാൻ ഉടനടി ആ പയ്യനെ നോക്കി നേരെ പുറത്തേക്ക് ഓടിയെങ്കിലും പ്രിസ്റ്റൻ അപ്പോഴേക്കും അവിടെ നിന്ന് പുറത്തു കടന്നിരുന്നു. പ്രിസ്റ്റൻ വേഗം നേരെ വീട്ടിലെത്തി. പണം കയ്യിൽ കിട്ടിയതോടെ അവനൊരു വീട് വാങ്ങാൻ തീരുമാനിച്ചു. റിയൽ എസ്റ്റേറ്റ് വെബ്സൈറ്റിലൊക്കെ നോക്കി തന്റെ വീടിനോട് ചേർന്നുള്ള ഒരു വീട് തന്നെ അവൻ വില കൊടുത്തു വാങ്ങാൻ തീരുമാനിച്ചു. ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ വിളിച്ച് ആ വീട് അവൻ ബുക്ക് ചെയ്തു. മാക്കിൻടോഷ് എന്ന പേരിൽ തന്നെയായിരുന്നു ആ വീടും വാങ്ങിയത്. അങ്ങനെ സ്വന്തമായി ഒരു വീട് വാങ്ങി അതിൽ സന്തോഷത്തോടെ വേണ്ട സൗകര്യത്തോടെ ജീവിക്കുക എന്ന പ്രിസ്റ്റന്റെ ആഗ്രഹം നടപ്പാവാൻ പോവുകയായിരുന്നു. അധികം വൈകാതെ വിവരമറിഞ്ഞ് കാളും ബാങ്കിലേക്ക് എത്തി ബീഡർമാനുമായി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ ബ്ലാങ്ക് ചെക്കിന്റെ കാര്യമടക്കം ബീഡർമാൻ പറഞ്ഞപ്പോഴാണ് താൻ തലേദിവസം ബ്ലാങ്ക് ചെക്ക് കൊടുത്ത പയ്യന്റെ കാര്യം കാൾ ഓർക്കുന്നത്. പിന്നാലെ ആ പയ്യനെ തന്നെ കണ്ടുപിടിക്കാൻ അവർ മൂവരും ചേർന്ന് തീരുമാനിച്ചു. പൈസ കിട്ടിയാൽ ചെറിയ കുട്ടികൾ എങ്ങോട്ടേക്കാണ് ആദ്യം പോകുന്നത്, പാർക്കിലും മറ്റുമായിരിക്കുമല്ലോ, അതുകൊണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിൽ തിരച്ചിൽ നടത്താം എന്നായിരുന്നു അവർ തീരുമാനിച്ചത്. വേണ്ട പണം വന്നിരിക്കുകയാണല്ലോ. പ്രിസ്റ്റൻ ഒന്നിന് തന്നെ മടിച്ചില്ല. വലിയൊരു ലിമസിൻ കാർ തന്നെ പ്രിസ്റ്റൻ ഓർഡർ ചെയ്തു. പിന്നാലെ ഹെൻറി എന്ന പേരിൽ ഒരു ഡ്രൈവറെയും അപ്പോയിന്റ് ചെയ്തു. ഹെൻറി കാറുമായിട്ടെത്തി. പയ്യനായ പ്രിസ്റ്റൻ കാറിൽ കയറാൻ വന്നപ്പോ ആദ്യം ഹെൻറി അത്ര മൈൻഡ് കൊടുത്തിരുന്നില്ല. പക്ഷേ പ്രിസ്റ്റൻ കുറച്ച് പണം ഹെൻറിക്ക് അധികം കൊടുത്തു. അതോടെ ഒരു സേവകനെ പോലെ ഹെൻറി അവനെ സേവിക്കാൻ ആരംഭിച്ചു. ഹെൻറിയോടും മറ്റുള്ളവരോടും പ്രിസ്റ്റൻ പറഞ്ഞത് ആ ലിമസിനടക്കം എല്ലാം തന്റെ ബോസായ മക്കിൻടോഷിന്റേതാണെന്നും താൻ അദ്ദേഹത്തിന്റെ ജോലിക്കാരൻ മാത്രമാണ് എന്ന തരത്തിലുമായിരുന്നു. ഹെൻറിയുമായി പ്രിസ്റ്റൻ പോയത് പിന്നെ ഒരു വലിയ ഷോപ്പിങ്ങിന് തന്നെയായിരുന്നു. കിട്ടിയ പണം നല്ല രീതിയിൽ പ്രിസ്റ്റൻ ദൂർത്തടിച്ചു. വസ്ത്രങ്ങളും വീഡിയോ ഗെയിംസും ആവശ്യമുള്ളതെല്ലാം തന്നെ പ്രിസ്റ്റൻ വാങ്ങിക്കൂട്ടി. തന്റെ കൂടെ എല്ലാത്തിനും നിന്ന് ഹെൻറിക്ക് ഒരു ലക്ഷറി വാച്ചും പ്രിസ്റ്റൻ സമ്മാനിച്ചു. അന്നവർ അങ്ങനെ വണ്ടിയിൽ തിരിച്ചു പോകുന്ന വഴിയിൽ ജോഗിങ്ങിലായിരുന്ന ഷേയെ പ്രിസ്റ്റൻ കണ്ടു. വണ്ടി ഷേ ഓടുന്നതിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രിസ്റ്റൻ ഷേയോട് പറഞ്ഞു, അധികം വൈകാതെ $200 നിങ്ങളുടെ ബാങ്കിൽ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഷേ പ്രിസ്റ്റനെ നോക്കി ചിരിച്ചിരുന്നു. അവർ വണ്ടിയെടുത്തു പോന്നു. മുന്നോട്ട് ഓടിക്കൊണ്ടിരുന്ന ഷേ ഒരാളുടെ അടുക്കൽ ചെന്നു നിന്നു. അപ്പോഴാണ് വ്യക്തമാകുന്നത് ഷേ ഒരു ബാങ്കിലെ വെറുമൊരു ടെല്ലറല്ല. യഥാർത്ഥത്തിൽ ഷേ ഒരു FBI ഏജന്റ് ആണ്. ബാങ്ക് വഴി നടക്കുന്ന കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടുകളെപ്പറ്റി വിവരശേഖരണത്തിലാണ് അവരത്തരത്തിലൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം പ്രിസ്റ്റന്റെ അച്ഛൻ രാവിലെ ജോലിക്ക് പോവാനായി ഇറങ്ങുകയായിരുന്നു. നോക്കിയപ്പോ പുറത്ത് മുഴുവനായും വലിയ ഡെലിവറി ട്രക്കുകൾ വന്നിരിക്കുകയാണ്. ഒരുപാട് ഐറ്റംസ് അടുത്തുള്ള വലിയ വീട്ടിലേക്ക് അവർ ഡെലിവർ ചെയ്യുന്നുമുണ്ട്. കാർ എടുക്കാൻ പറ്റാതെ ഡെലിവറി ട്രക്കുകൾ പ്രിസ്റ്റന്റെ അച്ഛന്റെ അഥവാ ഫ്രെഡിന്റെ വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ദേഷ്യം വന്ന ഫ്രെഡ് ആ ഡെലിവറി ട്രക്കിന്റെ ആളുകളുടെ അടുത്ത് ചെന്ന് വേഗം വണ്ടി മാറ്റാൻ പറഞ്ഞു. അപ്പോഴാണ് ഞെട്ടലോടെ ഫ്രെഡ് ആ കാഴ്ച കണ്ടത്. ആ ഡെലിവറി ട്രക്കുകളെയും വർക്കേഴ്സിനെയും ഒക്കെ മാനേജ് ചെയ്യുന്നത് പ്രിസ്റ്റനാണ്. പ്രിസ്റ്റൻ പറയുന്നത് അവർ അനുസരിക്കുന്നു. ഫ്രെഡ് മകനെ വിളിച്ച് ഇതൊക്കെ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചു. താനിപ്പോൾ മാക്കിൻടോഷ് എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നതെന്നും താൻ അദ്ദേഹത്തിന്റെ മാനേജറാണ് എന്നും പ്രിസ്റ്റൻ അച്ഛനോട് പറയുകയാണ്. പിന്നാലെ പ്രിസ്റ്റൻ വർക്കേഴ്സിനോട് അച്ഛന് പോവാനുള്ള വഴിയൊരുക്കി കൊടുക്കാൻ പറഞ്ഞു. ഉടനടി അവർ അത്തരത്തിൽ പ്രവർത്തിച്ചു. തന്റെ മകന്റെ കമാൻഡിംഗ് പവറും അവൻ ചെയ്യുന്ന ജോലികളും അതിശയത്തോടെയായിരുന്നു ഫ്രെഡ് നോക്കിക്കണ്ടത്.
വന്നത്. അധികം വൈകാതെ പ്രസ്റ്റിന്റെ പുതിയ വീട് പ്രസ്റ്റിന്റെ ഇഷ്ടം പോലെ പൂർണ്ണമായും ട്രാൻസ്ഫോം ചെയ്യപ്പെട്ടു. വാട്ടർ റൈഡുകളും ഗെയിംസും ആവശ്യത്തിന് ഭക്ഷണവും എല്ലാം ഉൾപ്പെടെ ഒരു പാർക്ക് പോലെ ആ വീട് അവൻ മാറ്റിയിരുന്നു. എല്ലാത്തിനും അവന്റെ കൂടെ സഹായിയായി ഹെൻറിയും ഉണ്ടായിരുന്നു. പുതുതായി അവിടെ വന്ന മില്യനെയർ മക്കൻഡോഷിനെ പറ്റിയുള്ള വിവരം വൈകാതെ ടൗണിൽ ചെറിയ സംസാരമായി തുടങ്ങി. ഒടുവിൽ FBI ഏജന്റ് ഷേയുടെ അടുത്തേക്കും ആ വിവരമെത്തി. മക്കൻഡോഷ് ഇങ്ങനെ ഒരുപാട് സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് തീരുമാനിച്ച് ഷേ മക്കൻഡോഷിന്റെ വീട്ടിലേക്ക് എത്തി. അവിടെത്തി അവൾക്ക് കാണാൻ പറ്റിയത് അവിടെ ഉണ്ടായിരുന്ന പ്രസ്റ്റിനെയായിരുന്നു. മക്കൻഡോഷ് എവിടെയെന്ന് അവർ പ്രസ്റ്റിനോട് ചോദിച്ചു. പ്രസ്റ്റിൻ പറഞ്ഞു, മക്കൻഡോഷ് ഇപ്പോൾ ഒരു ടൈറ്റ് സ്കെഡ്യൂളിലാണ്, അങ്ങനെ എളുപ്പത്തിൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കില്ല. ഷേയുടെ ശ്രദ്ധ പെട്ടെന്ന് മാറ്റാനായി ഷേയെ ഒരു ബിസിനസ് ഡിന്നറിന് പെട്ടെന്ന് തന്നെ പ്രസ്റ്റിൻ ക്ഷണിക്കുകയാണ്. ആദ്യമൊന്ന് ചിന്തിച്ചെങ്കിലും ഷേ അതിന് സമ്മതിച്ചു. പിന്നാലെ പ്രസ്റ്റിൻ ഷേയോട് കുറേയധികം സംസാരിക്കുന്ന കൂട്ടത്തിൽ താൻ മക്കൻഡോഷിന്റെ ഫിനാൻഷ്യൽ മാനേജറാണ് എന്നായിരുന്നു പ്രസ്റ്റിൻ പറഞ്ഞത്. അന്ന് രാത്രിയിലത്തേക്കായിരുന്നു ഷേക്കൊപ്പം ഒരു ഡിന്നർ മീറ്റിംഗ് പ്രസ്റ്റിൻ അറേഞ്ച് ചെയ്തിരുന്നത്. പക്ഷേ വീട്ടിൽ മക്കൻഡോഷിനു വേണ്ടി പ്രസ്റ്റിൻ ജോലി ചെയ്യുന്നു എന്നറിയാമെങ്കിൽ കൂടിയും ഫ്രെഡ് അവനെ പോവാൻ സമ്മതിക്കില്ല എന്നൊരു നിലപാടെടുത്തു. ഉടൻ പ്രസ്റ്റിൻ കളം മാറ്റി ചവിട്ടി. താൻ പോയി മക്കൻഡോഷിനെ നേരിൽ കണ്ട് സംസാരിക്കാൻ സാധിച്ചാൽ അച്ഛന്റെ കരിയറിനും ചിലപ്പോൾ വലിയ ഉപകാരങ്ങൾ കിട്ടിയേക്കും, നല്ലൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് അച്ഛന് കിട്ടിയാലോ എന്നൊക്കെ പ്രസ്റ്റിൻ പറഞ്ഞപ്പോ ഫ്രെഡ് അതിലൊന്നു വീണു. അവനെ പോവാൻ ഫ്രെഡ് അനുവദിക്കുകയും ചെയ്തു. അന്നൊരു ലാവിഷ് ഡിന്നറിനായിരുന്നു ഷേയും പ്രസ്റ്റിനും കൂടെ പോയത്. അവിടെ ഡിന്നറിനിരിക്കുമ്പോൾ മനോഹരമായ ഒരു നെക്ലസ് ഷേക്ക് പ്രസ്റ്റിൻ സമ്മാനമായി കൊടുത്തു. ഷേയോടൊരു അട്രാക്ഷൻ, ഒരു പ്രണയ താല്പര്യം പ്രസ്റ്റിന് തോന്നുന്നുണ്ടായിരുന്നു. കണ്ടാൽ ഒരു പീക്കിരി കൊച്ച്, അവന്റെ ഉള്ളിലിരിപ്പ് കണ്ടില്ലേ, മാക്കൻഡോഷ് കൊടുത്തതാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു നെക്ലസ് അവൻ ഗിഫ്റ്റ് ചെയ്തത്. തന്റെ ബോസിന് വേണ്ടിയാണ് എന്ന മട്ടിൽ ഷേയുടെ പേഴ്സണൽ ഡീറ്റെയിൽസും പേഴ്സണൽ ലൈഫിനെ പറ്റിയുമൊക്കെ അവൻ അങ്ങനെ ചോദിച്ചറിയുന്നുണ്ടായിരുന്നു. എന്തായാലും ഡിന്നറൊക്കെ കഴിഞ്ഞ് ഷേയും അവനും അവിടുത്തെ ഫൗണ്ടൈനിൽ പോയി കുറച്ചുനേരം അവിടെ രസകരമായി കളിച്ചു നിന്നു. ഈ സമയം കാളും സംഘവും പ്രസ്റ്റിനെ കണ്ട് അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. പ്രസ്റ്റിൻ അവരെ കണ്ടതും അവരുടെ കണ്ണുവെട്ടിച്ച് ഷേയുമായി നേരെ കാറിലേക്ക് ഓടിക്കയറാൻ തുടങ്ങി. അവർ ചേസ് ചെയ്തു വന്നെങ്കിലും വിദഗ്ധമായി അവരിൽ നിന്നും പ്രസ്റ്റിൻ രക്ഷപ്പെട്ടു പോന്നു. പിന്നീട് ഷേയുമായി അന്ന് യാത്ര പറയുമ്പോൾ വരാനിരിക്കുന്ന മാക്കിൻഡോഷിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പ്രസ്റ്റിൻ അവളെ ക്ഷണിച്ചു. അത് കേട്ടതും ഷേയുടെ ഉള്ളിൽ ഒരു ഐഡിയ വന്നു. ബർത്ത്ഡേ പാർട്ടിക്ക് ക്ഷണം സ്വീകരിക്കാം, അവിടെ ചെന്നാൽ മിസ്റ്റീരിയസ് മില്യനെയർ മാക്കിൻഡോഷിനെ നേരിൽ കാണാൻ പറ്റുമല്ലോ. തന്റെ ആഗ്രഹങ്ങൾ പ്രസ്റ്റിൻ എഴുതി വെക്കുമായിരുന്നല്ലോ. അതിൽ ആദ്യത്തെ 3 ആഗ്രഹം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർത്തീകരിച്ചിരുന്നു. ആദ്യത്തേത് സഹോദരങ്ങളെ പുറത്താക്കുക, രണ്ടാമത്തേത് വീട് വാങ്ങുക, മൂന്നാമത്തേത് ഒരു ഗേൾഫ്രണ്ടിനെ കണ്ടെത്തുക, നാലാമത്തേതായി അവന്റെ ആഗ്രഹം അവിടെ നടന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ബർത്ത്ഡേ പാർട്ടി നടത്തണം എന്നതായിരുന്നു. വൈകാതെ അവന്റെ ബർത്ത്ഡേ വരികയാണ്. ഒരു ഇവന്റ് മാനേജറെ കണ്ട് വലിയൊരു ബർത്ത്ഡേ പാർട്ടി നടത്താൻ വേണ്ട കാര്യങ്ങൾ അവരുമായി അവൻ സംസാരിച്ചു. പക്ഷെ ആ പ്ലാനർ ആകട്ടെ പ്രസ്റ്റിൻ ഒരു പയ്യനാണെന്ന് കണ്ട് അവനെ ഊറ്റാൻ വേണ്ടി വളരെയധികം ചാർജ് അനാവശ്യമായി കയറ്റിയെഴുതിയിരുന്നു. മുഴുവൻ പണവും തന്റെ പോക്കറ്റിലിടാം എന്നായിരുന്നു അവളുടെ പദ്ധതി. അടുത്ത ദിവസം ഹെൻറിക്ക് എവിടെയോ പോവാനുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രസ്റ്റിൻ വീട്ടിൽ തനിച്ചായി. കുറച്ചു കഴിഞ്ഞ് ബോറടിച്ചപ്പോ അവൻ തന്റെ സൈക്കിളും എടുത്ത് പാർക്കിലേക്ക് ഇറങ്ങി. അവിടെ പഴയ കൂട്ടുകാരൊക്കെ കളിക്കുന്ന കണ്ടു. അപ്പോഴാണ് പണം വന്നപ്പോ താനെന്താണ് മിസ് ചെയ്യുന്നത് എന്ന് പ്രസ്റ്റിൻ തിരിച്ചറിയുന്നത്. ഈ സമയം കാളും സംഘവും പ്രസ്റ്റിനെ തിരക്കി ആ പാർക്ക് വഴി വരുന്നുണ്ടായിരുന്നു. അവർ സൈക്കിളിലിരിക്കുന്ന പ്രസ്റ്റിനെ കണ്ടു. പിന്നെ പറയണ്ടല്ലോ, ഒരു ചേസ് തന്നെ നടക്കുകയാണ്. പ്രസ്റ്റിനെ പിടിക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചെങ്കിലും സൈക്കിളിൽ വിദഗ്ധമായി പ്രസ്റ്റിൻ ഓടിച്ച് രക്ഷപ്പെട്ടു. കാളിന്റെയും സംഘത്തിന്റെയും കാറാകട്ടെ പാർക്കിങ്ങിൽ നിർത്തിയിട്ടിരിക്കുന്ന മറ്റു കാറുകളുടെ മുകളിലും ചെന്ന് പതിച്ചു. അത്രയൊക്കെ ആയതോടെ ബീഡർമാന് ദേഷ്യം വന്നിരുന്നു. ഇങ്ങനെ ആ പയ്യനെ പിടികൂടാൻ ശ്രമിക്കുന്നതിലും നല്ലത് അടുത്തൊരു 1 മില്യൺ മോഷ്ടിച്ചെടുക്കുന്നതാ, സഹികെട്ട് ബീഡർമാൻ പറഞ്ഞു. എന്തായാലും അധികം വൈകാതെ അവനെ പിടികൂടൽ അത്ര എളുപ്പത്തിൽ നടക്കില്ല എന്ന് കണ്ടതും അവർ തങ്ങളുടെ സ്ട്രാറ്റജി തന്നെ മാറ്റി. പ്രസ്റ്റിന്റെ സുഹൃത്ത് ബച്ചിനെ അവരങ്ങ് തട്ടിക്കൊണ്ടുപോയി. പിന്നാലെ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ അവനെ കൊണ്ടു നിർത്തി താഴേക്കിടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പ്രസ്റ്റിന്റെ വീട്ടഡ്രസ്സും മറ്റു വിവരങ്ങളും എല്ലാം അവർ അങ്ങ് കളക്ട് ചെയ്തു. വൈകാതെ പ്രസ്റ്റിന്റെ ബർത്ത്ഡേ പാർട്ടിയുടെ ദിവസം എത്തി. ഇവന്റ് പ്ലാനർ പറഞ്ഞ പോലെ അറേഞ്ച്മെന്റ് ഒന്നും മര്യാദക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പ്രസ്റ്റിന് വല്ലാതെ ദുഃഖം തോന്നി. പക്ഷേ ഇപ്പൊ പണമിരിക്കുകയാണല്ലോ. പണ്ട് തനിക്കൊരു ഉപകാരവും ചെയ്യാത്ത തന്റെ സഹോദരങ്ങളെ വരെ അതിന്റെ പേരിൽ സ്വാധീനിച്ച് തനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ അതുകൊണ്ട് തന്നെ പ്രസ്റ്റിന് സാധിക്കുന്നുണ്ട്. ആ സമയമാണ് ഷേ അങ്ങോട്ടേക്ക് വന്നത്.
പ്രസ്റ്റനുമായി അവൾ സംസാരിച്ചു പോയി. പ്രസ്റ്റന്റെ സഹോദരങ്ങൾ അത് കണ്ടിരുന്നു. അവർ പ്രസ്റ്റൻ അടുക്കൽ വന്ന് പറഞ്ഞു, അവളെ കണ്ടിട്ട് ഒരു ഗോൾഡ് ഡിഗറെ പോലെയുണ്ട്, പണം പിടുങ്ങാൻ കൂടെ കൂടുന്ന വ്യക്തി. നിന്റെ പൈസ കണ്ട അവൾ നിന്റെ കൂടെ ഇങ്ങനെ നിൽക്കുന്നേ. അത് കേട്ടതും പ്രസ്റ്റൻ കുറച്ച് ദുഃഖിതനായിരുന്നു. അന്ന് തയ്യാറാകുമ്പോ പ്രസ്റ്റൻ ഹെൻറിയോട് ചോദിച്ചു, കയ്യിൽ പണമുണ്ടെങ്കിൽ ആളുകള് അതുകൊണ്ട് മാത്രം മറ്റുള്ളവരോട് കെയർ കാണിക്കോ? ആ, അങ്ങനെയൊക്കെ ചെയ്യും. എന്റെ ചില സുഹൃത്തുക്കളുടെ കാര്യമൊക്കെ അങ്ങനെയായിരുന്നു. അതുകൂടിയായപ്പോ പ്രസ്റ്റന്റെ സങ്കടം വർദ്ധിച്ചു. വൈകാതെ ആ വിശാലമായ ബർത്ത്ഡേ പാർട്ടി ആരംഭിക്കുകയായിരുന്നു. അങ്ങോട്ടേക്ക് ഷെയുടെ ബോസും എത്തിയിരുന്നു. മാക്കിൻഡോഷിനെ പറ്റി വിവരങ്ങൾ ശേഖരിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. മാക്കിൻഡോഷിന്റെ ബാക്ക്ഗ്രൗണ്ട് അവർ പരിശോധിച്ചപ്പോൾ മാക്കിൻഡോഷിന്റെ ബർത്ത് റെക്കോർഡ്സോ ഫൈനാൻഷ്യൽ ഹിസ്റ്ററിയോ മറ്റ് രേഖകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതോടെ ഒരു ഫേക്ക് ഐഡന്റിറ്റിക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഒരു ക്രിമിനലായിരിക്കും മാക്കിൻഡോഷ് എന്നവർ വിലയിരുത്തി. ഇതേസമയം പാർട്ടിയിൽ ഇവന്റ് പ്ലാനർ പ്രസ്റ്റനടുക്കൽ ബില്ലുമായിട്ടെത്തി. $1,00,000 ആയിരുന്നു കൃത്രിമമായി കളവായി തയ്യാറാക്കപ്പെട്ട ആ ബില്ലിൽ എഴുതിയിരുന്നത്. പ്രസ്റ്റൻ പിന്നാലെ തന്റെ കമ്പ്യൂട്ടറിൽ പോയി ബാക്കി എത്ര രൂപയുണ്ടെന്ന് നോക്കി. അവന്റെ കയ്യിൽ അവശേഷിച്ചത് $332 മാത്രമായിരുന്നു. അവന്റെ തന്നെ ഓഫീസിലായിരുന്നു അവനപ്പോൾ ഇരുന്നിരുന്നത്. എങ്ങനെ പ്ലാനറിന് പണം കൊടുക്കും എന്നവനൊരു പിടുത്തവും കിട്ടിയില്ല. അപ്പോഴായിരുന്നു അങ്ങോട്ടേക്ക് അവന്റെ അച്ഛൻ കയറി വരുന്നത്. ഫ്രെഡ് ഓഫീസിലേക്ക് വന്നു. ചെയറിൽ തിരിഞ്ഞിരിക്കുന്നത് മക്കിൻഡോഷ് ആണെന്ന് തെറ്റിദ്ധരിച്ച് അയാളോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ മകൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അവനെ കണ്ടാലൊന്ന് വീട്ടിലേക്ക് അയക്കണം. ഇന്നവന്റെ ബർത്ത്ഡേ ആണ്. മക്കിൻഡോഷ് ആണ് ഇരിക്കുന്നതെന്ന് കരുതി താൻ തന്റെ മകൻ പ്രസ്റ്റന്റെ മേൽ ചുമത്തിയ ഭാരങ്ങളെപ്പറ്റിയും അവന് കൊടുത്ത പ്രഷറിനെ പറ്റിയുമൊക്കെ ദുഃഖത്തോടെ കുറ്റബോധത്തോടെ ഫ്രെഡ് ഏറ്റു പറഞ്ഞു. നിങ്ങൾ എന്റെ മകനെ വിശ്വസിച്ചതിനും അവന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തതിനും നന്ദിയുണ്ട് എന്നും അറിയിച്ചു. അച്ഛന്റെ ആ ഏറ്റുപറച്ചിൽ പ്രസ്റ്റന്റെ മനസ്സിൽ കൊണ്ടിരുന്നു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. തിരിഞ്ഞ് അച്ഛനോട് സംസാരിക്കാൻ വേണ്ടി അവൻ ഇറങ്ങിയപ്പോഴേക്കും അച്ഛൻ അവിടുന്ന് പോയി കഴിഞ്ഞിരുന്നു. പ്രസ്റ്റൻ പിന്നാലെ താഴേക്കിറങ്ങി വന്നു. ഹെൻറിയെ കാണുന്നുണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയോട് ഹെൻറിയെ പറ്റി ചോദിച്ചു. ഹെൻറിയെ കുറച്ചു നേരമായി കാണുന്നേയില്ല എന്നായിരുന്നു അയാൾ മറുപടി പറഞ്ഞത്. പണമില്ലാതായതോടെ എല്ലാവരും തന്നെ വിട്ടുപോവുകയാണല്ലോ എന്ന് പ്രസ്റ്റൻ ചിന്തിച്ചു. നേരത്തെ സഹോദരങ്ങൾ ഒരു ഗോൾഡ് ഡിഗറാണ് എന്ന തരത്തിൽ പറഞ്ഞതുമാണല്ലോ. അതുകൊണ്ട് ഒറ്റയ്ക്ക് പോയിരുന്ന് ആലോചിച്ച് അവൻ ഇനി ഒന്നും വേണ്ട, പാർട്ടി അവസാനിപ്പിക്കാമെന്ന് കരുതി ഇവന്റ് പ്ലാനറുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, മക്കിൻഡോഷ് പണമില്ലാത്തത് കൊണ്ട് ഇവിടെ നിന്ന് മുങ്ങിക്കഴിഞ്ഞു. നിങ്ങളുടെ ഇവന്റിന് പണമൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇവന്റ് മാനേജർ അത് കേട്ട് ആകെ ദേഷ്യത്തിലായി. പിന്നെ പറയണ്ടല്ലോ, ആ നിമിഷം തന്നെ അവരൊച്ചയുണ്ടാക്കി പാർട്ടി അവസാനിപ്പിച്ച് എല്ലാവരെയും പറഞ്ഞയച്ചു. വീട്ടിൽ പ്രസ്റ്റൻ തനിച്ചായി. വെറുതെ അവൻ അങ്ങനെ ഇരിക്കുമ്പോ ഡോർ ബെല്ലടിച്ചു. ഹെൻറി ആയിരിക്കുമെന്ന് ചിന്തിച്ച സന്തോഷത്തിൽ അവൻ ഓടിപ്പോയി തുറന്നു. അങ്ങോട്ടേക്ക് എത്തിയിരുന്നത് കാളും സംഘവുമായിരുന്നു. അവനെ പിടികൂടി പണം തിരികെ തരാൻ കാൾ ആവശ്യപ്പെട്ടു. പക്ഷേ താനത് മുഴുവൻ ചിലവാക്കി എന്നായിരുന്നു അവൻ പറഞ്ഞത്. ഒരു പയ്യൻ $10 മില്യൺ 6 ദിവസം കൊണ്ട് ചിലവാക്കുകയോ? കാളിനത് വിശ്വസിക്കാൻ പറ്റിയില്ല. അതോടെ കാര്യങ്ങൾ മുഴുവൻ അവൻ വിശദീകരിച്ചു പറഞ്ഞു. ഒക്കെ കേട്ടതും ബീഡർമാൻ കാളിനോട് പറഞ്ഞു, മക്കിൻഡോഷ് എന്ന ആ ഐഡന്റിറ്റി അത് തന്നെ അങ്ങ് സുഖമായി നിനക്ക് ജീവിക്കാൻ പറ്റും. കാള് ജയിലിൽ നിന്ന് ചാടിയ വ്യക്തിയായിരുന്നല്ലോ. അവരതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കെ പ്രസ്റ്റൻ അവസരം മുതലെടുത്ത് അവിടെ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. പിന്നെ നടന്നതൊരു ചേസ് ആയിരുന്നു. ആ വീടിന്റെ മുക്കും മൂലയും അറിയാവുന്ന പ്രസ്റ്റൻ കാളിനെയും സംഘത്തെയും ഒന്ന് വട്ടം ചുറ്റിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഏറ്റവും ഒടുവിൽ അവൻ അവരുടെ കയ്യിൽ തന്നെ പെട്ടു. അവരവനെ ഉപദ്രവിക്കുമെന്ന് ഘട്ടമായപ്പോഴേക്കും അങ്ങോട്ടേക്ക് FBI എത്തിയിരുന്നു. ഷെയും സംഘവും അവർക്ക് നേരെ തോക്ക് ചൂണ്ടി. അവർ മൂവരെയും കള്ളപ്പണം വെളുപ്പിക്കുന്നതിനും ഫ്രോഡ് പരിപാടികൾക്കുമൊക്കെയായി അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. അത് കേട്ടതും കാൾ താൻ മക്കിൻഡോഷ് ആണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കൂടി ശ്രമിച്ചു. ഉടൻ വന്നു അടുത്ത കേസുകൾ. മക്കിൻഡോഷിന്റെ പേരിൽ മക്കിൻഡോഷ് ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങളുടെ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിരുന്നു. ചെറിയ കുറ്റകൃത്യങ്ങൾ. അതുകൂടി കാളിന്റെ തലയിലായി. പ്രസ്റ്റൻ അതോടെ പൂർണ്ണമായി രക്ഷപ്പെടുകയാണ്. കാളും സംഘവും അറസ്റ്റ് ചെയ്യപ്പെട്ട് കൂട്ടിക്കൊണ്ടുപോകപ്പെട്ടു. ഷേ പിന്നാലെ പ്രസ്റ്റനോട് സംസാരിച്ചു. പ്രസ്റ്റന്റെ മനസ്സും അവന്റെ ഉള്ളിലുള്ള ഇഷ്ടവുമൊക്കെ ഷേക്ക് മനസ്സിലായിരുന്നു. ഷേ ഒരു FBI ഏജന്റാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ തങ്ങൾക്കൊരിക്കലും ഒന്നാവാൻ പറ്റില്ല എന്ന തരത്തിൽ പ്രസ്റ്റനും ചിന്തിച്ചു. ഷേ ഒരു ചുംബനത്തോടെ അവനോട് ഗുഡ് ബൈ പറഞ്ഞു. പോകുമ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞ് എന്നെ വന്ന് കണ്ടോളാനും അവനോട് അവൾ പറയുകയും ചെയ്തു. പിന്നാലെ പ്രസ്റ്റൻ പുറത്തേക്ക് വരുമ്പോ ഹെൻറി അവിടെ അവനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ബക്കറ്റ് ഐസ്ക്രീമുമായിട്ടായിരുന്നു ഹെൻറി എത്തിയത്. എവിടെ പോയതാ? പ്രസ്റ്റൻ തിരക്കി. ഞാൻ നിനക്ക് ഈ ഐസ്ക്രീം വാങ്ങാൻ പോയതായിരുന്നു എന്നായിരുന്നു ഹെൻറിയുടെ മറുപടി. മുമ്പോട്ടേക്ക് ഇനി തങ്ങൾക്ക് ഒന്നിച്ചു ജീവിക്കാനുള്ള അവസരമില്ല എന്ന കാര്യം പ്രസ്റ്റൻ ഹെൻറിയോട് പറഞ്ഞു. ഒടുവിൽ
ഒടുവിൽ ഇരുവരും സ്നേഹവാത്സല്യങ്ങളോടെ ഗുഡ് ബൈ പറഞ്ഞ് പിരിയുകയാണ്. ക്രിസ്ത്യൻ പിന്നീട് നേരെ വീട്ടിലേക്കെത്തി. അച്ഛൻ ഫ്രെഡായിരുന്നു അവനെ കൂട്ടിക്കൊണ്ടുപോയത്. വീട്ടിലെല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കാൻ അവനായി കാത്തുനിന്നിരുന്നു. സന്തോഷത്തോടെ ക്രിസ്ത്യൻ കേക്കിലെ തിരികൾ ഊതിക്കെടുത്തി. അവനൊരു തിരിച്ചറിവ് തന്നെ വന്നിരുന്നു. പണം മാത്രമല്ല എല്ലാം, പണം കൊണ്ട് മാത്രം സന്തോഷങ്ങൾ കൈവരികയുമില്ല. എല്ലാത്തിലും ഏറ്റവും ഉപരിയായിട്ടുള്ളത് സ്വന്തം ഫാമിലി തന്നെയാണ്. സന്തോഷത്തോടെ ഫാമിലിക്കൊപ്പം അവൻ സമയം ചെലവഴിക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.